അവിടെ മോർപ്പെണ്ണും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടെന്നാ അപ്പച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. കെട്ടൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ചെല്ലത്തില്ലേന്ന് ചോദിച്ചു. എനിക്ക് കെട്ട് നിറയ്ക്കുന്നിടത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞ ഒഴിഞ്ഞത്. കെട്ട് നിറയ്ക്കട്ടെ, കെട്ട് നിറയ്ക്കട്ടെ. ഇത് അവന്റെ അവസാനത്തെ കെട്ട് നിറയാ. അവൻ മലയ്ക്ക് പോകുന്ന സമയത്ത് നീ വെറുതെ ഏടാകൂടെ ഒന്ന് ഒപ്പിക്കല്ലേ. ഒന്നാമത് അയ്യപ്പനെ ആവാഹിച്ച് നടക്കുന്ന ഒരുത്തി അവന്റെ കൂടെ ഉള്ളത്. അത് തന്നെയാ ഞാൻ അവനോട് പറയുന്നത്. മണ്ഡലമാസമായിട്ട് ദുഷ്ടചിന്തകളൊന്നും പാടില്ലടാ. അച്ഛൻ ഓർമ്മയുണ്ടോ, എനിക്കും കണ്ണനും 11 വയസ്സുള്ളപ്പോ ഇതുപോലൊരു മണ്ഡലകാലത്താ അച്ഛനും അവന്റെ അച്ഛനും കൂടി ഞങ്ങളെ മല കയറ്റിയത്. അതിന്റെ അടുത്ത വൃശ്ചികത്തില് അവൻ മാലയിട്ടതിന് ശേഷം അവന്റെ പിറന്നാള് ദിവസം അവന്റെ മലകയറ്റം അവസാനിക്കുകയും ചെയ്തു. പിന്നെ ഇത്തവണയാണ് അവൻ മല ചവിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ സമയത്ത് വെറുതെ അയ്യപ്പന് നിരക്കാത്ത പ്രവൃത്തി ഒന്നും ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ തന്നെ ഇതിനകത്താ സഞ്ചാരം. നിന്റെ പ്രവൃത്തി കൊണ്ട് ഇനി കട്ടിൽ ഒരേ കിടപ്പ് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കല്ലേ മോനെ. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. അച്ഛന്റെ കഴിഞ്ഞ കാലം ഉണ്ടല്ലോ, അത് വളരെ മോശ. എടാ, എത്ര മോശമായാലും കഴിഞ്ഞ കുറെ നാൾ മുമ്പ് വരെ നീ നിന്റെ അമ്മയും അനുജത്തിയൊക്കെ ലാവിഷായിട്ടല്ലേ ജീവിച്ചത്. ഇനി നമുക്ക് അങ്ങനെ ജീവിക്കണ്ടേ അച്ഛാ? അതിന് വെറുതെ ഇങ്ങനെ വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കില്ല. എന്റെ ഏട്ടാ, മഞ്ജു ആ സാഗറും കൂടെ ഒന്നിച്ചാ അവിടെ കണ്ണേട്ടന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇന്നിപ്പോ സാഗറും കണ്ണേട്ടനൊപ്പം മലയ്ക്ക് പോവുക. ആ സമയത്ത് മഞ്ജു മിക്കവാറും അവിടെ കാണും. ആ സമയത്തൊക്കെ മഞ്ജുവിനും അപ്പച്ചയ്ക്കും ഇടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയുണ്ട്. ആ, അത് ഇവള് പറഞ്ഞത് സത്യോടാ. ഇനി അമ്മയ്ക്ക് മോളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം മഞ്ജു അവിടെ ചെന്നപ്പോ അവിടെ ഗർഭം കലക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായടാ? അന്ന് നടക്കാതെ പോയത് മിക്കവാറും ഇത്തവണ നടക്കും. ഈ മണ്ഡലകാലമായിട്ട് എന്റെ പെങ്ങക്ക് നല്ല ബുദ്ധിയൊന്നും തോന്നത്തില്ലേ? അവിടെ ഒരുത്തി മഹാലക്ഷ്മിയും കണ്ണനും തകർക്കാനായിട്ട് അവിടെ കുഞ്ഞിനെ കളഞ്ഞു കുളിച്ചു. ആ കരുണ. ഒരു മണ്ഡലകാലം കണ്ണന് തോരാ കണ്ണീര് കൊടുത്തെങ്കിൽ ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും വച്ചാ. അവന്റെ ജന്മമാസം അവനും അവനെ സ്നേഹിക്കുന്നവരും ജന്മകാലത്ത് മറക്കാൻ പോകുന്നില്ല. അവൻ എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് സീമന്തിൽ. അവനിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ണനോടും മഹാലക്ഷ്മിയോടൊന്നുമല്ല, സാക്ഷാൽ അയ്യപ്പനോട് തന്നെയാണ്. മണ്ഡലമാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുത്തനെന്നെ രാത്രി വന്ന് ശല്യം ചെയ്യുന്നുണ്ട്, സ്വപ്നത്തിലും അല്ലാതെയൊക്കെ. വേറെ ആരാ? കണ്ണന്റെ അച്ഛൻ തന്നെ. അതെന്തിനാ കണ്ണന്റെ അച്ഛൻ നിങ്ങളെ ശല്യം ചെയ്യുന്നത്? അതിന് നിങ്ങളാണോ കണ്ണന്റെ അച്ഛനെ കൊന്നത്? ഞാൻ കൊന്നിട്ടൊന്നുമില്ല. പിന്നെ ആ സമയത്ത് എന്റെ ചില അഴിമതികളൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് അവൻ മരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തത്.